സഞ്ജു തള്ളു പറയാറേ ഇല്ല. ഞാനിപ്പോ ഒരു തള്ളു പറയാൻ വേണ്ടി വന്നതാ. ഞാനിത് ഇവിടെ കേൾക്കണം കേട്ടോ. സുനിത ആന്റിയും സുനിത രൂപവും എല്ലാവരും ഫ്ലൂം എല്ലാവരും കേൾക്കണം കേട്ടോ. നീല അടക്കം എല്ലാവരും കേൾക്കണം. ഞാനൊരു പാട്ടുകാരൻ, നിങ്ങളത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു പാട്ടുകാരൻ, പാട്ട് പ്രൊഫഷണൽ അല്ല, ഒരു പാട്ടുകാരൻ, ഒരു മധുസൂദനൻ എന്നായിരുന്നു സാറിന്റെ വീട്ടിൽ പണിക്ക് പോയി എറണാകുളത്ത്. അദ്ദേഹത്തിന്റെ ഹോളിൽ നിറച്ച് ഫുള്ള് ഈ സ്റ്റുഡിയോയിൽ പോലത്തെ സെറ്റപ്പാണ്. ഒരു സംഗീതമായി ഈ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഒക്കെ സദസ്സിലൊക്കെ പാടാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷെ പ്രൊഫഷണലായിട്ട് ഒരു PWD റിട്ടയർഡ് ആണ്, എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പാട്ട് പാടും. ഞാൻ ഇങ്ങനെ മൊബൈലിൽ അവിടെ പണിക്ക് പോകുമ്പോൾ പാട്ട് വെക്കും. അപ്പൊ മുപ്പത്തി സഞ്ജുന് പാട്ട് പാടാൻ അറിയോ? സഞ്ജു നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നത്. പാട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, പാടാനെന്നാലും മാത്രം അറിയില്ല സാറേ. ഒന്ന് സഞ്ജു പാട്ട് പാടാൻ എല്ലാവർക്കും കഴിവുണ്ട്, നിങ്ങളൊന്ന് പാടി നോക്കൂ, ബാത്റൂമിൽ പോലും പാടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ പാടാന്ന് പറഞ്ഞു. പാടി ഞാൻ കുറെ പാടി കഴിയുമ്പോൾ പറഞ്ഞു, സഞ്ജു സൂപ്പറായിട്ട് പാടി, സഞ്ജു സൂപ്പറായിട്ട്, നല്ല കഴിവുണ്ടല്ലോ, നല്ല കഴിവുള്ള നീ എന്തൊരു പാട്ട് പാടാൻ, നീ ശ്രമിക്കണോട്ടൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പൊക്കി അടിച്ചിട്ടോ. അപ്പം ഞാൻ ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് രാത്രി ഞങ്ങൾ വൈകുന്നേരം 5 മണി വരെ വർക്ക്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പിടിച്ചു നിർത്തും. മൂപ്പര് പിന്നെയും പിടിച്ചു നിർത്തും. കാരണം വെച്ചാൽ മൂപ്പര് അവിടെ കൂടെ നിൽക്കുന്ന, മൂപ്പർക്ക് സംസാരിക്കാൻ ആരെങ്കിലൊക്കെ വേണം. അപ്പൊ ഞങ്ങളവിടെ നിന്നു. ഞങ്ങൾക്ക് ഫുഡും കറികളൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ. പക്ഷേ എല്ലാം കഴിഞ്ഞ് മൂപ്പര് ഫുഡ് കഴിച്ച് പാട്ട് പാടാൻ മൈക്കൊക്കെ എടുത്ത് ഞാൻ പാട്ട് പാടി പോലെ സഞ്ജുവിന് പാട്ടിന്റെ ABCD പോലും അറിയില്ല. എല്ലാം കൂടി പറഞ്ഞ് മൂപ്പര് കമ്പനി കൂടി മൂപ്പര് പറയും, പൊക്കി എടുത്ത് പറയണേ ഒരു ABC സഞ്ജു പാട്ട് ആദ്യം പോലും പഠിച്ചു കൊടുക്കുന്നുണ്ടോ. ഞാൻ വെറുതെ ബലൂൺ പോലെ, കാറ്റ് പോയ ബലൂൺ പോലെ